ഇപ്പോഴെന്തായി? ഞാൻ പറഞ്ഞില്ലേ, അവള് സുധീട്ടനെ ഒട്ടും സ്നേഹിച്ചിട്ടില്ല. അവൾക്ക് പണാ വലുത്. ഹും, അങ്ങ് സിംഗപ്പൂരിലൊക്കെ ആയിരുന്നല്ലോ വാസം. അവിടെ പലരുമായിട്ട് അഴിഞ്ഞാടി കഴിഞ്ഞവളായിരിക്കും. അതല്ലേ സ്വന്തം ഭർത്താവിനെ കറിവേപ്പില പോലെ തൂക്കി എറിഞ്ഞത്. അവക്ക് ഞാൻ ഒരുപാട് പണം കൊടുക്കാനുണ്ട്. ഓ അങ്ങനെ. അപ്പൊ കടപ്പാടുമുണ്ട്, കടവുമുണ്ട്. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഈ കടത്തിന്റെ പേരില് എന്റെ സുധിയേട്ടനെ അവളും അവളുടെ അമ്മയും വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ആട്ടെ, എത്ര ലക്ഷം വരും എല്ലാം കൂടെ? അത് 5 ലക്ഷത്തിലേറെ വരും. 6 ലക്ഷം തന്നെ കരുതിക്കോ. അത് തിരിച്ചു കൊടുക്കണ്ടേ? സുധീട്ടൻ കൊടുത്തേ പറ്റൂ. കൊടുക്കണം. പക്ഷേ എനിക്കെവിടെയാ പണം? സ്വന്തമായിട്ടൊരു ജോലി പോലുമില്ല. അമ്മയുടെ മരുന്ന് വാങ്ങാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല വർഷ. സുധീട്ടാ, എനിക്കുള്ളതെല്ലാം എന്റെ സുധീട്ടനും കൂടെ ഉള്ളതാ. 6 ലക്ഷം രൂപയും അതിന്റെ ബാങ്ക് ഇൻട്രസ്റ്റും ഞാൻ സുധീട്ടന്റെ ബാങ്ക് അക്കൗണ്ടിൽ നാളെ തന്നെ ഇടും. സുധീട്ടാ, നാളെ തന്നെ ആ പണം ആ പെണ്ണിന്റെയും തള്ളയുടെയും മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം. എന്നിട്ട് ധൈര്യമായിട്ട് പുതിയൊരു കമ്പനി സ്വന്തമായിട്ട് തുടങ്ങണം. നീ എന്തൊക്കെയാ വർഷ ഈ പറയുന്നത്? നീ പറയുന്ന പോലെ ചെയ്താ മേനോ സാർ എന്ത് കരുതും? പണം തരുന്ന കാര്യം മേനോൻ ചേട്ടനെ അറിയില്ല. പിന്നെ പുതിയ കമ്പനി, ബാങ്ക് ലോണൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ശരിയാവും. ഒക്കെ ഞാൻ ശരിയാക്കും സുധീട്ടാ. എന്നാലും വർഷ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ സുധീട്ടൻ ഭീരുവാണെന്ന്. അതെ, ഞാൻ ഭീരുവാ. പക്ഷേ എനിക്കുണ്ട് ആത്മാഭിമാനം. വർഷ, നീ എനിക്ക് ആ പണം തരണം. നീ പറഞ്ഞതുപോലെ അത് വീണയുടെ മുഖത്ത് എനിക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം. എന്നിട്ട് എനിക്ക് ചിലത് പറയാനുണ്ട്. നീരേറ്റുകാരുടെ എച്ചിൽ നിന്ന് കഴിയുന്നവനാ ഞാനെന്ന്. എനിക്ക് തെരുവിലെ ഒരു പട്ടിയുടെ വില പോലും ഇല്ലെന്ന്. ഞാൻ വിചാരിച്ച ഓട്ട കാരണം പോലും കിട്ടില്ലെന്ന്. സുധീട്ടാ, ഇപ്പൊ മനസ്സിലായില്ലേ അവളുടെ തനി ഗുണം? എന്റെ സുധീരനെ അപമാനിച്ച അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അന്ന് ഏട്ടന്റെ മുന്നിൽ വെച്ച് എന്നെ അവള് തല്ലി. തിരിച്ചു തല്ലാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സുധിയേട്ടനെ നോവിപ്പിക്കണ്ടെന്ന് കരുതി മാത്രം. അന്ന് സുധിയേട്ടനും അവളോട് സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. അവളുടെ ശരിയായ മുഖം എന്താണെന്ന് അറിഞ്ഞു. എനിക്ക് സമാധാനായി, സന്തോഷായി. വർഷയുടെ സ്നേഹം സുധീട്ടന് അറിയാൻ പോകുന്നേ ഉള്ളൂ. ആർക്ക് വേണ്ടിയാ ഞാൻ ജി.കെ. മേനോൻ എന്ന കോടീശ്വരന്റെ ഭാര്യയെ വേഷം കെട്ടിയത്? ആർക്ക് വേണ്ടിയാ ഞാൻ ഈ അപമാനം എല്ലാം സഹിക്കുന്നത്? ഒക്കെ ഒക്കെ സുധീട്ടന് മനസ്സിലാവും. സുധീട്ടന് ഒരിക്കലും എന്നോട് സോറി പറയണ്ട. ഈ വർഷയുടെ ജന്മം സുധീട്ടന് വേണ്ടിയാ. എന്റെ സുധീട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. കൊല്ലണം, മരിക്കണം, എന്ത് വേണമെങ്കിലും. പക്ഷെ ഒരു വാക്ക് എനിക്ക് സുധീട്ടൻ തരണം. ഇനി ഒരിക്കലും വീണയെക്കുറിച്ച് സുധീട്ടൻ ചിന്തിക്കരുത്. അവളെക്കുറിച്ച് ഒരു സഹതാപം ഉണ്ടാവരുത്. അവളിന്ന് എന്റെ മാത്രമല്ല, സുധീരന്റെ ശത്രുവാ. അവളുടെ നാശമാണ് എന്റെ ഏക ലക്ഷ്യം. ഓ കരയില്ലടാ, അമ്മയുടെ ചക്കര കുഞ്ഞല്ലേടാ. ഓ എന്തിടാ കുട്ടാ? കരുമ കരുമ കണ്ടോ, കതിര് മിടുക്കനായി. നിന്നെ പോലെ തന്നെ അവൻ.
ഇന്നാ ഇന്നാ നിന്റെ മോൻ. നിനക്ക് എടുക്കണ്ടേ മോനെ? ദേ അച്ഛൻ വിളിക്കുന്നു. വേണ്ടടാ, വേണ്ട വേണ്ട. അന്നിരിക്ക്. ഇതെടാ. പോട്ടെ പോട്ടെ പോട്ടെ. ഓ, എനിക്കറിയാം നീ വരുമായിരുന്നു എന്ന്. എന്നെയും നിന്റെ മകനെയും നിനക്ക് മറക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. സെലിന സാർ എന്നെ തല്ലിയപ്പോ ഓ, ഞാൻ എല്ലാം മറന്നു. പിന്നെ ആലോചിച്ചപ്പോ എല്ലാം തെറ്റാൻ തോന്നി. രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. എന്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് കൊതിയായിരുന്നു ചിന്നു. എന്നാലും ഇത്രയും നാൾ നീ വന്നില്ലല്ലോ. എന്നിട്ട് വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഒക്കെ പറ്റിപ്പോയി. എന്നെ പഴയതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കരുത്. നമുക്ക് ഉടനെ തന്നെ നമ്മുടെ കുടിയിലേക്ക് പോവാം. പഴയ പോലെ ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാം. ഞാൻ വരാം കരുമ. എന്റെ മോനെയും കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം. ആഹാ, അല്ല, പിണക്കവും വിഷമൊക്കെ ഒരു നിമിഷം കൊണ്ട് തീർന്നോ? ചിന്നു ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, തൃപ്തിയായി. പിന്നെ കരുമ, നീ എന്റെ ഹെൽത്ത് ക്ലിനിക്ക് തക്കത്തതില് എനിക്കൊരു വിഷമവുമില്ല, നിന്നോടൊരു പകയുമില്ല. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. വിവരക്കേട് കൊണ്ട് പറ്റിപ്പോയതാ. ഇനി മരിക്കും വരെ കരിമൻ ഈ കുടുംബത്തെ ആരോടും ഒന്നിനും എതിര് നിൽക്കില്ല. നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചിന്നുവിനെ പഴയ പോലെ വീണ്ടും എനിക്ക് തന്നതിന്, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിയതിന്. ഞാനും കരുമനും ഇപ്പൊ തന്നെ പോവാ ഞങ്ങളുടെ കോളനിയിലേക്ക്. അപ്പാപ്പനോട് ഡോക്ടർ ആൻറ്റി എന്നെ പറഞ്ഞാ മതി. നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. കരിമൻ തൽക്കാലം ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം. കോൺസ്റ്റബിൾ. നിക്ക്. എന്താ ഇത്? എന്തിനാ എന്റെ കരുമനെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നേ? ചിന്നു, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാണ്, നീ തടയണ്ട. ഇല്ല, എന്നെ കൊന്നിട്ടേ എന്റെ കരുമനെ ഇവിടുന്ന് കൊണ്ടുപോകും. എന്താ സെലീന ഇതൊക്കെ? എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു നാടകം? നാടകമോ? മർഡർ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതാണോ നാടകം? മർഡർ കേസിലെ പ്രതിയോ? കരുമനോ? അതെ, ഡോക്ടർ റോയ് ഫിലിപ്പിന്റെ കൊലപാതക കേസിൽ ഈ നിൽക്കുന്ന കരുമന് വ്യക്തമായ പങ്കുണ്ട്. അതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. എന്ത് തെളിവ്? മർഡർ കേസിൽ മാത്രമല്ല, മരിച്ച ഡോക്ടറുടെ ഏക മകൾ റോമി ഫിലിപ്പിനെ തട്ടിക്കൊണ്ടുപോയ കേസിലും ഇവൻ തന്നെയാണ് പ്രതി. ഇല്ല കരുമ, എന്താ ഞാനീ കേൾക്കുന്നേ? പറഞ്ഞൊക്കെ സത്യാശനോ, പക്ഷെ ഒന്നുണ്ട്, ഞാനല്ല ഡോക്ടറെ കൊന്നത്. പിന്നാരാ? എനിക്കൊന്നും അറിയില്ല. വൈരാഗ്യത്തിന്റെ പുറത്ത് ഞാൻ തെറ്റ് ചെയ്തെന്നുള്ള സത്യ. ആ പെൺകുട്ടി തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സഹായിച്ചു, പക്ഷെ പിന്നൊന്നും എനിക്കറിയില്ല. മതി, ഇപ്പൊ ഇവിടെ വെച്ച് ഇത്ര മതി. ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട്. കോൺസ്റ്റബിൾ. വേണ്ട കരുമ, ചിന്നു, കരുമ. നോൺസെൻസ്. ഞാൻ പറഞ്ഞിട്ട് കരുമ റോമി ഫിലിപ്പ് എന്ന പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തെന്നോ? മാഡം, ഇന്നേ വരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനാ ഞാൻ. അല്ലെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ഇതിന് കരുമനെ കൂട്ടുപിടിക്കണം? നഗരത്തിൽ ഏതെങ്കിലും ഗുണ്ടകളെ ഏർപ്പാടാക്കിയ പോരെ? ഇവനെ ഞാനിപ്പോ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അയ്യോ സാർ, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. സെലിന സാർ എന്നെ തല്ലിയ വകയിൽ നിങ്ങളോടൊക്കെ എനിക്ക് പക തോന്നിയിരുന്നു. അതിപ്പം മുതലെടുത്തു, എന്നെ ഈ കെണിപ്പെടുത്തി. ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന നീലേറ്റുകാരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ എന്നെ സഹായിക്കാന്ന് പറഞ്ഞു വൻ. അപ്പോഴത്തെ വിവരക്കേടി ഞാനത് സമ്മതിച്ചു. സ്കൂളിൽ നിന്ന് ഇറങ്ങിയ കുട്ടി ഡോക്ടറുടെ കാറും കാത്ത് വഴി നിൽക്കുകയായിരുന്നു. ഞാൻ അതിനെ ഇവന്റെ ആൾക്കാർ കൊണ്ടുവന്ന് വണ്ടിയിൽ പിടിച്ചു കയറ്റി. അച്ഛൻ ഹോസ്പിറ്റലാണെന്നും ഹാർട്ട് അറ്റാക്ക് ആണെന്നും പറഞ്ഞു. പാവം കുട്ടി ഒന്നും ആലോചിക്കാതെ ആ കെണിയിൽപ്പെട്ടു. പിന്നീട് നടന്നൊന്നും എനിക്കറിയില്ല. മാഡം, ഇവൻ സാധാരണക്കാരനായ ക്രിമിനൽ അല്ല, അസാധാരണ ബുദ്ധി അവന്. കേട്ടില്ലേ പറയുന്നത്? മാഡത്തിന് അറിയാലോ, ഞാൻ ആ ദിവസം മുഴുവൻ ശനിയാഴ്ച വ്രതം എടുത്ത് അയ്യപ്പൻ കോലി ഭജന ഇരിക്കുകയായിരുന്നു. അതിന് എത്രയോ സാക്ഷികളുണ്ട്. അടുത്ത ദിവസമായിരുന്നു ഡോക്ടർ റോയ് ഫിലിപ്പിന്റെ കൊലപാതകം. അന്ന് രാത്രി പകൽ മുഴുവൻ ഞാൻ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതില്ല. ഒരൊറ്റ ഫോൺ കോൾ പോലും വിളിച്ചിട്ടുമില്ല.
എൻ്റെ മൊബൈൽ കോൾ ഡീറ്റെയിൽസ് എടുത്താൽ അതൊക്കെ അറിയാം. ഹോട്ടൽ ഫോണിൽ നിന്ന് ഞാൻ ആകെ വിളിച്ചത് മേഡത്തിനെ DNA ടെസ്റ്റ് റിസൾട്ട് കിട്ടിയോന്ന് അറിയാൻ വേണ്ടി മാത്രം. ഇതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട്. സാർ, ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവനോടൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് എത്തിയത് അതുപോലൊക്കെ ഭീകരന്മാരാ. സാർ ഇവന് ലോകപ്പിലേറ്റ് 2 എണ്ണം കൊടുത്താ കിളി പറയുന്ന പോലെ പറയും. അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കാം ഇവനെ കൊണ്ട്. കരിമൻ, നീ പോലീസ് കസ്റ്റഡിയിലാണെന്ന കാര്യം മറക്കരുത്. കോൺസ്റ്റബിൾ, നടക്കടാ. നീ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ പുറത്തു വരും. അന്ന് ഞാൻ നിന്നെ കണ്ടോളാം. എല്ലാ ക്രിമിനൽസും ഇങ്ങനെയൊക്കെ തന്നെയാണോ മേഡം? കണ്ടില്ലേ അവൻ്റെ ഒരു അഹങ്കാരം? തല്ലി എല്ലാം ഓടിക്കണം. ശ്യാം എന്താ ചോദിച്ചത്? എല്ലാ ക്രിമിനൽസും ഇങ്ങനെയൊക്കെ ബഹളം വെക്കുന്നോ? ഇല്ല, ചിലർ ബഹളം വെക്കില്ല. ആട്ടിൻ തോലിട്ട ചെന്നായെന്ന് കേട്ടിട്ടില്ലേ? അത്തരക്കാരും ഉണ്ട്. എനിവേ, ശരിക്കുള്ള കൊലപാതകം കിട്ടിയല്ലോ, നന്നായി. സോ ലെറ്റ് മീ ടേക്ക് ലീവ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, ഷുവർ. എൻ്റെ അമ്മുവിൻ്റെ കാര്യം അപ്പൂപ്പനൊന്ന് വന്നോട്ടെ. ശ്യാം അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പൂപ്പൻ ഉടനെ വരും. ഇറ്റ്സ് ഓക്കെ. സീ യു. താങ്ക് യു ശ്യാം. വേണ്ടായിരുന്നു. അവൻ അപകടകാരിയാ. ആദിവാസികളുടെ പിന്തുണയുണ്ട്. അവനെ വെറുതെ ചതിക്കുഴിയിലാക്കണ്ടായിരുന്നു. മണ്ടി, നിനക്കെന്തറിയാം? അവൻ കാട്ടിലെ സിംഹമായിരുന്നു. പക്ഷേ ഇപ്പൊ കൂട്ടില്ല, പോലീസ് ലോക്കപ്പിൽ. അതും കൊലക്കേസ് പ്രതി. പോരാത്തതിന് പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതിന് വേറെ കേസും. ശ്യാം അധികം അഹങ്കരിക്കണ്ട. കരുമൻ എല്ലാ കാര്യവും സെലീനയോട് തുറന്നു പറയും. ഇല്ലെങ്കിൽ പോലീസ് പറയിപ്പിക്കും. അപ്പോഴെന്താവും സ്ഥിതി? നിനക്കിനി എന്നെ മനസ്സിലായില്ല. കരുമൻ സത്യം തുറന്നു പറഞ്ഞാൽ അവന്റെ ഭാര്യ ചിന്നുവും മകനും ഈ ലോകത്ത് പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ആ കാര്യം കരുമന് നന്നായി അറിയാം. അതുകൊണ്ട് അവൻ ഒരിക്കലും സത്യം പറയില്ല. എനിക്കാകെ പേടിയാവുക. പ്രദീപേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എങ്ങനെ പ്രദീപേട്ടൻ നമ്മളെ കണ്ടുപിടിക്കും? പകരം ചോദിക്കും, ഉറപ്പാ. അതിനൊക്കെ മുമ്പ് നമ്മൾ ഇവിടുന്ന് കടന്നിരിക്കും. DNA ടെസ്റ്റ് റിസൾട്ട് പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞു. അമ്മുക്കുട്ടി ഇനി അവർക്ക് തരാതിരിക്കാനാവില്ല. അമ്മുക്കുട്ടി എന്ന് വെച്ചാൽ സോനയുടെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശി എന്നർത്ഥം. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി. പക്ഷേ ഇപ്പോഴും നീ നിന്റെ വാക്ക് പാലിച്ചിട്ടില്ല. ഞാൻ ആ പ്രമാണങ്ങൾ ശ്യാമിന്റെ കൈ തന്നില്ലേ? തന്നു. പക്ഷേ ചിന്നുവിൻ്റെ വക തറവാടും തോട്ടവും എൻ്റെ പേരിലാക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അതിന് നീ ഒപ്പിട്ട് തരണം. ഇല്ല, നമ്മുടെ വിവാഹം ആദ്യം നടക്കട്ടെ. പിന്നെ ഗൾഫ് മേനോന്റെ ഭാര്യയിൽ നിന്നും അഡ്വാൻസ് വാങ്ങിയ തുക പകുതി എനിക്കിതാ. എന്നിട്ട് മതി രജിസ്ട്രേഷൻ. കൊള്ളാലോ, ഇതിപ്പോ കടുവെ കിടുവ് പിടിച്ച പോലെ ആയല്ലോ. ദേ, വെറുതെ എന്നോടിടയില്ലേ. മര്യാദയ്ക്ക് പറയുന്നത് അനുസരിക്കുന്ന നിനക്ക് നല്ലത്. ശ്യാം പറയുന്നത് അനുസരിച്ചേ പറ്റൂ. എല്ലാം തട്ടിയെടുത്ത് എന്നെ വഞ്ചിക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ എല്ലാം പോലീസിനോട് പറയും. നല്ല തമാശ. നീ എല്ലാം പറയുമല്ലേ? പറഞ്ഞോ. പക്ഷേ നിന്റെ മകൻ അമൽ പിന്നെ ജീവനോട് കാണില്ല. അമൽ, അമൽ മോനെ. ആ, വിളിച്ചു കൂവണ്ട. അവൻ ഇപ്പൊ ഇവിടുന്ന് 50 കിലോമീറ്റർ അകലെയുള്ള ഒരു റിസോർട്ടില് എന്റെ ആൾക്കാരുടെ കൂടെ ഉണ്ട്. ദുഷ്ടൻ, മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിനെ തിരികെ കൊണ്ടുവാ. കൊണ്ടുതരും. അവൻ ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ അവനെ നിന്നെ ഏൽപ്പിക്കും. പക്ഷേ അതിനു മുമ്പ് ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നാളെ രാവിലെ മുദ്രപത്രവുമായി ഞാൻ വരും. അതില് ഞാൻ പറയുന്നിടത്തൊക്കെ നീ ഒപ്പിട്ട് തരും. പിന്നെ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരും. അതുകൊണ്ട് നിന്റെ പരട്ട ചെറുക്കനുമായി ഇവിടെ വിട്ട് പൊക്കോണം. വേണമെങ്കിൽ ആ തെണ്ടി പ്രദീപിന്റെ അടുത്തേക്ക് തന്നെ നീ വീട്ടിൽ പോയിക്കോ.
ദുഷ്ട, നിന്നെ ഞാൻ വിടറി. മര്യാദയ്ക്ക് അടങ്ങിക്കിടന്നോണം. ഈ വീട്ടിൽ എന്റെ ആൾക്കാരുണ്ടെന്ന് നിനക്കറിയാലോ. ഞാനൊന്ന് കഴിഞ്ഞൊടിച്ച നിന്നെ അവർ പിച്ച് കീറും. പറയുന്നതനുസരിച്ചാ നിനക്ക് നിന്റെ മകനും ജീവൻ തിരിച്ചു കിട്ടും.